കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. കേട്ടത് ശരിയാണെങ്കിൽ അപർണ അങ്ങനെ തന്നെയാണ്. CPM-ൽ മറ്റൊരു പേര് പിണറായി വിജയൻ സമ്മതിക്കുന്നില്ലെങ്കിൽ മാത്രം എന്ന ആലോചന മാത്രമാണ് വന്നത്. പിണറായി വിജയൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിന് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ മാത്രം മറ്റൊരു പേര്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടേ, ബംഗാളും ത്രിപുരയും കണ്ടു പഠിക്കാത്തവർ. അത് ഇടതുപക്ഷത്തിനെതിരെയല്ല, പിണറായി വിജയനെതിരെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് 80 വയസ്സായി. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി അധികാരം ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നതാണ്. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ആ പോസ്റ്റ് ഇടേണ്ടി വന്നത്. പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളൊക്കെ ഇങ്ങനെയാണെങ്കിൽ അവരെ തിരുത്താൻ ബാധ്യസ്ഥരാണ് നമ്മളൊക്കെ. അത് പശ്ചിമ ബംഗാളിനെയും ത്രിപുരയും ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ എന്താണ് സംഭവിച്ചെന്നത് പോലും മനസ്സിലാക്കാത്ത ചരിത്രപരമായിട്ട് തെറ്റുകൾ ഇനി ആവർത്തിക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ സംഭവിച്ചെന്താണെന്നറിയാമോ? നേതൃമാറ്റമില്ലാതെ സ്ഥിരമായിട്ട് ഒരു വ്യക്തികളിൽ തന്നെ അധികാരം കേന്ദ്രീകരിച്ച് ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാര്യ, ത്രിപുരയിലായിക്കോട്ടെ മാണിക് സർക്കാർ എന്ന വ്യക്തി ഭരണത്തിൽ അതിരമിച്ചിരിക്കുമ്പോഴും പാർട്ടിയുടെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് അവരെത്തിയിരുന്നു. അതിൻ്റെ പ്രതിഫലമാണ് പശ്ചിമ ബംഗാളിലൊക്കെ സംഭവിച്ചത്. അത് കേരളത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ തലമുറ മാറ്റം ആവശ്യമായ കാലഘട്ടമാണിന്ന്. സ്ഥിരമായിട്ട് ഒരു മനുഷ്യന്റെ ഭരണ ശൈലിയും ആവർത്തിക്കപ്പെടുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇടതുപക്ഷം ഇന്ത്യയിൽ കേരളത്തിൽ നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒന്ന് മനസ്സിലാക്കൂ, ഇടതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ ആദർശവും രണ്ടും രണ്ടാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാത് സമയങ്ങളിൽ രാഷ്ട്രീയ എതിരാളിക്കനുസരിച്ച് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതാണ്. ഇടതുപക്ഷ ആദർശം എന്ന് പറയുന്നത് അത് മാറ്റപ്പെടേണ്ടതല്ല. അതിനെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ, ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്, ഈ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അത് നിലനിന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഞാൻ എതിർത്തത്. നമ്മൾ കാണാതെ പോകുന്ന ചില സത്യാവസ്ഥകളുണ്ട്. എം സ്വരാജ് സ്വമേധയാ അദ്ദേഹം ഈ പ്രാവശ്യം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ആ സമയത്ത് മൂന്നാമത്തെ അവസരവും പോലും മുതലാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ അതിനകത്തൊരു നീതികേട്, ഇടതുപക്ഷത്തോട് ചെയ്യുന്ന ഒരു കൂറില്ലായ്മ എനിക്ക് തോന്നുന്നുണ്ടേ. നോക്കൂ, 80 വയസ്സായ പിണറായി വിജയൻ 85 വയസ്സ് വരെയും പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. അതിനുശേഷം അധികാരം കിട്ടുമ്പോൾ 90 വയസ്സ് വരെ ഭരിക്കാനുള്ള ഒരു ശ്രമം. ഇത് എന്ത് സന്ദേശമാണ് ഇടതുപക്ഷത്തിന് കൊടുക്കുന്നത്? ഇടതുപക്ഷ ആദർശങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ക്ഷമിക്കാൻ കഴിയില്ല. അതേസമയം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയും ട്രോളിന് വേണ്ടിയും മാത്രം ഇടതുപക്ഷത്തെ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ 2 തവണ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന വ്യക്തിക്ക് മൂന്നാമത്തെ തവണ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു ആശയം, ആദർശം ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ സഖാവിനും ബാധകമാക്കേണ്ടതാണ്, ബാധകമാക്കണം. കേരളം കണ്ടതിൽ, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും കാഴ്ചപ്പാടുള്ള, ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ. അതിനകത്ത് ആർക്കും യാതൊരു സംശയവുമില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് അവർക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറം 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി സമ്മാനമായി നൽകിയ ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു സർക്കാരായിരുന്നു ഇടതുപക്ഷ സർക്കാർ. എല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് ഭരണവിരുദ്ധ വികാരമായിരുന്നില്ല, പിണറായി വിരുദ്ധ വികാരം മാത്രമായിരുന്നു എന്ന് കാരണം കൂട്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി വിജയന്റെ വലിയ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെയോ ദീർഘവീക്ഷണത്തിനെയോ മനസ്സിലാക്കാൻ കേരള ജനങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം മെല്ലെ മാറിക്കൊടുക്കണം. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പോളിസി പിണറായി വിജയന് മാത്രം ബാധകമല്ലാതെ വരുന്നു? 2 ടേംസ് എന്നുള്ള ഒരു നിയമം ഇടതുപക്ഷത്തിൽ ബാധകമായിരിക്കുമ്പോൾ പിണറായി വിജയന് മാത്രം എന്തുകൊണ്ട് അത് ബാധകമായി മാറുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനാരെങ്കിലും ഒരു ഉത്തരം തന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നോക്കൂ, നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനെ കൊണ്ട് കൂട്ടിയാൽ 2 അറ്റം ഈ സാഹചര്യത്തിൽ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പല പ്രസ്താവനകൾക്കും നല്ല ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഈ സാഹചര്യത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് ഏറ്റവും വലിയ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് കൊണ്ട് മാത്രം പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്ന നേതാക്കന്മാരുണ്ട് കേട്ടോ. അവർ ജയിക്കുകയും ചെയ്തു. പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക്, ഗോവിന്ദൻ മാഷിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ആരെങ്കിലും ശൈലജ ടീച്ചറെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്തുകൊണ്ട് അവർക്ക് ആയിക്കൂടാ? ഇടതുപക്ഷ സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലഗോപാലൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാനുള്ള യോഗ്യത ഇല്ലാതായിപ്പോയത്? പിണറായി വിജയൻ അധികാരം ഏറ്റെടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ 3500-ലധികം കോടി കടമായി ഖജനാവ് കാലിയാക്കി വെച്ചിട്ട് പോയപ്പോൾ തുടർച്ചയായി 10 വർഷം അധികാരത്തിലിരുന്നിട്ടും 4000-ലധികം കോടി രൂപയോളം നീക്കിയിരിപ്പ് വെച്ച ഖജനാവിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കാനില്ലാത്ത യോഗ്യത എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയാകാൻ എന്ത് യോഗ്യത കുറവാണ് ശൈലജ ടീച്ചർക്കുള്ളത്?
നോക്കൂ, ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലിന് 60-62 വയസ്സ്, സജി ചെറിയാന് 60 വയസ്സ്. ഇവരൊക്കെ മുതിർന്ന നേതാക്കളാണേ. അവർക്ക് വേണ്ടി പിണറായി വിജയൻ സഖാവ് പ്രതിപക്ഷ സ്ഥാനം ഒഴിഞ്ഞു മാറുന്നതിലൂടെ കാട്ടുന്ന ഒരു നന്മയുണ്ടല്ലോ, അത് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസ്യതയുണ്ടല്ലോ, അത് ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, അത് വളരെ വലുതായിരുന്നു. ഈ 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി അധികാരത്തിൻ്റെ ആ ശീതളതയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴുണ്ടല്ലോ, എനിക്ക് വളരെ പുച്ഛമാണ് തോന്നുന്നത് കേട്ടോ. അധികാരമാറ്റം മാത്രമല്ല, ഒരു തലമുറ മാറ്റം തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യണമായിരുന്നു എന്നുള്ള അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. ഇലക്ഷന് തൊട്ടു മുമ്പ് പോലും അദ്ദേഹം പ്രകടിപ്പിച്ച ചില വാക്കുകളുടെ മൂർച്ച കേരള ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എത്രമാത്രം ദുഷ്കരമായിരുന്നു, ദുഷിച്ചതായിരുന്നു. ആ മനസ്സോടുകൂടിയാണ് അദ്ദേഹത്തെ കണ്ടതെന്നും മനസ്സിലാക്കുമ്പോഴാണ് ഇടതുപക്ഷത്തിൻ്റെ തോൽവി ഏകദേശം ഉറപ്പാക്കി മാറ്റിയത്. ഒരു കാര്യം കൂടി പറയാം, ഈ 3-ാം തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശൈലജ ടീച്ചറെ മുന്നിൽ നിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു തോൽവി ഇടതുപക്ഷത്തിനുണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. ഇനിയും ഇടതുപക്ഷത്തിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. ശൈലജ ടീച്ചറെ പോലുള്ള കഴിവുള്ളവരെ പാർട്ടി സെക്രട്ടറി തലത്തിലേക്ക് കൊണ്ടുവന്ന് നീതി നടപ്പാക്കണം എന്നുള്ള എളിയ അപേക്ഷയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതൊരു നേതാവിനെയും ക്യാപ്റ്റനായിട്ടോ കാരണഭൂതനായിട്ടോ ഒന്നും സങ്കല്പിക്കാൻ താല്പര്യമില്ലാത്തൊരു ഇടതുപക്ഷ ആദർശം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് സഖാവിനെ സഖാവായിട്ട് മാത്രം കാണുകയും സഖാവെന്ന് വിളിക്കുമ്പോൾ അതിന് അഭിമാനം കണ്ടെത്തുകയും ചെയ്യുന്ന നേതാക്കന്മാരെ ആണ് എനിക്ക് താല്പര്യം. ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ട് കലിയിളകുന്ന ചില ആളുകളുണ്ടേ, അവരോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ഇടതുപക്ഷത്തെ അല്ല സ്നേഹിക്കുന്നത്, നിങ്ങൾ വ്യക്തികളെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതേസമയം ഇടതുപക്ഷം കമ്മ്യൂണിസം ഇവിടെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും വ്യക്തിപൂജയ്ക്ക് ഇടം കൊടുക്കാറില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശം ഉള്ളിലേറി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു പ്രതിപക്ഷ നേതാവാകാൻ സഖാവ് പിണറായി വിജയനും നല്ലൊരു പ്രതിപക്ഷ കക്ഷിയായി പ്രവർത്തിക്കുവാൻ ഇടതുപക്ഷ MLA-മാർക്കും കഴിയട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളോടും കൂടി പ്രതിപക്ഷത്ത് നിന്നുകൊണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നന്മകൾ ചെയ്യുവാനുള്ള എല്ലാവിധ പിന്തുണയും. അപ്പോൾ എങ്ങനാ, നാളെ തൊട്ട് പ്രതിപക്ഷത്തിന് വേണ്ടി അങ്ങ് ഇറങ്ങുമല്ലേ? ലാൽ സലാം സഖാക്കളെ.